ഹായ്. ഇപ്പോൾ നമുക്കിന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൻ്റെ സിലബസ് നോക്കാം. നെറ്റ് എക്സാമിൻ്റെ ലേറ്റസ്റ്റ് സിലബസാണ്. 2024 സിലബസാണ്. കോഡ് നമ്പർ 63 ആണ്. അതിൽ മൊത്തം 10 യൂണിറ്റുകളാണുള്ളത്. ഫസ്റ്റ് യൂണിറ്റിൽ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ ബേസിക് എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഹിസ്റ്ററി, ഗ്രോത്ത്, മീഡിയ ലിറ്ററസി, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, പിന്നെ മഹ്ലൂഹൻ്റെ കോൺസെപ്റ്റ്, ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മോഡൽസ്, സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ്, ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. യൂണിറ്റ് 2-ൽ കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് ആണുള്ളത്. കോൺസെപ്റ്റ് അത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനും ഡെവലപ്മെൻറ്റും റിലേറ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതിൽ NGOസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, പിന്നെ നമ്മുടെ ഓരോ എക്സ്പെരിമെൻറ്റ്, ഓരോ കമ്മ്യൂണിക്കേഷൻ പ്രോജക്റ്റുകൾ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഫേമസ് സോഷ്യൽ വർക്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ്, മഹാത്മാഗാന്ധി, വിനോദ് ഭാവെ, അംബേദ്കർ, രാജാറാം മോഹൻ റോയ്, അങ്ങനെയുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസും പറയുന്നുണ്ട്. ദെൻ ഈ ഇതും ഒരു ഹിസ്റ്ററി, കമ്മ്യൂണിക്കേഷൻ, ബേസിക്സ് ആണ് വരുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് നോക്കി പോകാവുന്നതേ ഉള്ളൂ. ദെൻ റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് 3rd യൂണിറ്റ് അതാണ് വരുന്നത്. റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് അതും കുറച്ചും കൂടി നമുക്കിങ്ങനെ നോക്കി പോകാവുന്നതേ ഉള്ളൂ. ബേസിക്സ് ഓഫ് റിപ്പോർട്ടിംഗ്, എഡിറ്റിംഗ്, അതിൻ്റെ എങ്ങനെയൊക്കെ പ്രിൻറ്റിൽ എഴുതണം, ഇലക്ട്രോണിക് മീഡിയയിൽ എഴുതണം, ഡിജിറ്റൽ മീഡിയയിൽ എഴുതണം, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. എത്തിക്കൽ ഇഷ്യൂസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ചലഞ്ചസ്, ഗ്ലോബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഫാക്ടേഴ്സ് ഒക്കെയാണ് പറയുന്നത്. നിശ്ചയ റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ട്. ദെൻ 4th യൂണിറ്റ് എന്ന് പറയുന്നത് അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനാണ്. ഇത് കുറച്ച് നെറ്റിൽ എപ്പോഴും കുറച്ച് ഡീപ്പായിട്ട് ചോദിക്കുന്ന, സ്പെസിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് ചെറിയ യൂണിറ്റാണ് തോന്നും, പക്ഷേ നമ്മൾ നല്ലോണം നോക്കണം. അതുപോലെ PR, നെക്സ്റ്റ് യൂണിറ്റ് PR ആണ് വരുന്നത്. അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് ക്രിയേറ്റീവ് ലാംഗ്വേജ്, അഡ്വർടൈസിങ് ക്യാമ്പയിൻ, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ് മാനേജ്മെൻറ്റ്, ഏജൻസികളുടെ റോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട്. പബ്ലിക് റിലേഷൻസ് ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസിൽ PRൻ്റെ റോൾ ഇൻ സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് നോൺ ഗവൺമെൻറ് സെക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ക്രൈസിസ് മാനേജ്മെൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, എത്തിക്സ് ഇൻ പബ്ലിക് റിലേഷൻസ്, നാഷണൽ പബ്ലിക് റിലേഷൻസ്, കമ്മ്യൂണിക്കേഷൻ ഓഡിറ്റ് ഒക്കെ 5th യൂണിറ്റിൽ വരുന്നുണ്ട്. ദെൻ 6th യൂണിറ്റിൽ എന്ന് പറയുന്നത് മീഡിയ ലോസ് ആൻഡ് എത്തിക്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും സെക്ഷൻസൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ്, എത്തിക്സ് റെസ്റ്റ് ഓഫ് വേൾഡ്, എത്തിക്സ് ഇൻ ഇന്ത്യ ആൻഡ് ദ റെസ്റ്റ് ഓഫ് വേൾഡ് ഒക്കെ നോട്ടബിളാണ്. അതിൽ ഒരുപാട് ഇതുണ്ട്. വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട്സ് ഉണ്ട്, കുറേ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പം പറയാം. ചൈൽഡ് ആൻഡ് വിമൻ പ്രൊട്ടക്ഷൻ ആക്ട്, പാർലമെൻ്ററി പ്രിവിലേജസ്, കുറേ കേസസ് ഡിസ്കസ് ചെയ്യുക, ലൈബർ സ്ലാൻഡർ, ദെൻ RTI, സൈബർ ലോസ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ദെൻ IPI, SI, ഡ്രഗ്സ് ആൻഡ് അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. 6th യൂണിറ്റാണ് അത് വരുന്നത്. ദെൻ 7th യൂണിറ്റ് മീഡിയ മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ, കമ്മ്യൂണിക്കേഷൻ തിയറീസും ഹൗ ഇറ്റ്സ് പ്രാക്ടീസ് ഇൻ മീഡിയ ഫേംസ് എന്നുള്ള ഇതാണ്. ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ ടെക്നിക്സ്, എക്കണോമിക് ആൻഡ് കൊമേഴ്സ് ഓഫ് മാസ് മീഡിയ ഇൻ ഇന്ത്യ, കുറച്ച് പ്രാക്ടിക്കൽ നമ്മൾ ഇതുവരെ പഠിച്ച എങ്ങനെയാണ് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ 7th യൂണിറ്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് മീഡിയ മാനേജ്മെൻറ്റ്, ഗ്രാമർ ഓഫ് ഇലക്ട്രോണിക് മീഡിയ, എക്സെട്ര. ദെൻ യൂണിറ്റ് 8 എന്ന് പറയുന്നത് ICT ആൻഡ് മീഡിയ, ICTൻ്റെ റോൾ ആൻഡ് ഇഫക്ട്സ് ഇൻ മീഡിയ, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, മൊബൈൽ അഡാപ്റ്റേഷൻ, ICT എഡ്യൂക്കേഷൻ, ഓൺലൈൻ മീഡിയ, ഗവേണൻസ്, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, ആനിമേഷൻ, കോൺസെപ്റ്റ്സ് ആൻഡ് ടെക്നിക്സ്. ദെൻ 9th യൂണിറ്റ് എനിക്ക് തോന്നുന്നു ഈ 7th 8th മൈ പെർസ്പെക്റ്റീവ് നമുക്ക് ഒന്ന് കുറച്ച് മീൻസ് നമ്മുടെ സിലബസുമായിട്ട് യൂഷ്വലി വരുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളിലുള്ള സിലബസുമായിട്ട് നോക്കുമ്പോൾ പുതിയ കോൺസെപ്റ്റാണ്, പക്ഷേ സിമ്പിളാണ്. അതുകൊണ്ട് അത്തരം ഇതൊക്കെ നമുക്ക് ഓടിച്ച് നോക്കാം. എപ്പോഴും നെറ്റ് എക്സാമിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് ഏരിയാസിൻ്റെ അത് നമുക്ക് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കാമെന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. പിന്നെ നമ്മുടെ വീക്ക് ഏരിയാസ് നമ്മൾ മനസ്സിലാക്കുക. ചിലവർക്ക് തിയറീസ് ഒക്കെ ഇഷ്ടമായിരിക്കും, ചിലവർക്ക് ഇലക്ട്രോണിക് മീഡിയ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഇഷ്ടമാവുക. അപ്പോൾ ഇഷ്ടമാവുന്നത് കുറച്ച് ഒന്ന് കുറക്കുക, പഠിക്കുന്ന ടൈം പീരീഡിൽ നിന്ന് കുറച്ച് കുറക്കുക. അല്ലാതെ നമുക്ക് അറിയാത്ത സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ അതിന് കുറച്ച് ടൈം കൊടുത്തിട്ട് പഠിക്കുക. അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. നമ്മൾ ഓരോ യൂണിറ്റും ഇത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. പറയാം. 9th യൂണിറ്റിലേക്ക് പോകാം. 9th യൂണിറ്റ് ഫിലിം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിമും ടെലിവിഷൻ ഇൻഡസ്ട്രിയുടെയും ഹിസ്റ്ററി, ദെൻ ആ ഒരു ടൈം ലൈൻസ് ഒക്കെ നോക്കി വെക്കും. ആ മൂവ്മെൻറ്റ്സ്, പിന്നെ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ്സ്, സോവിയറ്റ് മൊണ്ടാഷ്, ഇറ്റാലിയൻ റിയലിസം, ഫ്രഞ്ച് ന്യൂ വേവ്, ജർമ്മൻ എക്സ്പ്രഷനിസം, അങ്ങനെ എക്സെട്ര, ബ്രിട്ടീഷ് ന്യൂ വേവ്, കുറേ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കാം. ദെൻ 10th യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച്, ഇത് കുറച്ച് ഡീപ്പായിട്ട് നോക്കേണ്ടത്. ഇത് അറിയുന്നവരും അറിയാത്തവരും നല്ലോണം നോക്കേണ്ടത് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഇതിലാണ് വരുന്നത്.
അതിൽ ഡെഫിനിഷൻസ്, റിസർച്ചിൻ്റെ ഡെഫിനിഷൻസ്, റിസർച്ച് ഡിസൈൻസ്, സ്ട്രക്ചേഴ്സ്, കോൺസെപ്റ്റ്സ്, മെത്തേഡ്സ്. റിസർച്ച് സ്ട്രക്ചർ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പബ്ലിക് റിലേഷൻ, റിസർച്ച് ഇൻ ജേർണലിസം ഇൻ ഇന്ത്യ, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്. ദെൻ ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്, വേരിയബിൾസ്, സാമ്പിൾസ്, മെത്തഡോളജീസ്, ഡാറ്റ അനാലിസിസ്, ഡാറ്റ കളക്ഷൻ, ഓക്കെ, വേരിയൻസ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സ്റ്റുഡൻസ് ഒക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് മെയിനായിട്ട് പ്രത്യേകിച്ച് ഡ്യൂട്ടീസ് വർക്കൊന്നും ഇല്ലെങ്കിൽ അവർക്ക് രാവിലെ ഒരു 10 to 1 മണി വരെ സ്പെൻഡ് ചെയ്യാം. ദെൻ ഒരു 2-2:30 തൊട്ട് 4-5 മണി വരെ ടൈം കിട്ടും. ദെൻ ഒരു രാത്രി ഒരു 7 to 9 വരെയൊക്കെ ടൈം കിട്ടും. ഏകദേശം ഒരു 5-6 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിട്ടും. അങ്ങനെ ഒരു ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഇത്തരം സിമ്പിളായിട്ടുള്ള യൂണിറ്റ് നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റും. ബാക്കിയുള്ള യൂണിറ്റുകൾ നമ്മൾ എപ്പോഴാണോ നെറ്റിൻ്റെ ഡേറ്റ് അതിന് ഒരു വീക്ക് മുന്നേ നമ്മൾ യൂണിറ്റുകളൊക്കെ തീരുന്ന വിധത്തിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ഒരു വീക്ക് മുന്നേ എന്തായാലും ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. അതായത് ഇപ്പം ഇന്നാണ് നിങ്ങൾ പഠിക്കാൻ തിരിക്കുന്നത്, ഇന്ന് ടു നെക്സ്റ്റ് ഏത് നെറ്റിൻ്റെ ഡേറ്റ് ഒരു ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ജൂൺ എന്തായാലും 15th ഇടയിൽ ആയിരിക്കും ഉണ്ടാവുക. സോ അതിന് ഒരു വീക്ക് മുന്നേ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ഇനി അത് പക്ക വിത്തിൻ ദാറ്റ് ഷെഡ്യൂൾ നമ്മളത് ഫോളോ ചെയ്യണം. എന്നിട്ട് പിന്നെ ഈ മൊഡ്യൂൾസൊക്കെ കവർ ചെയ്യുക. ചിലത് നമ്മൾ വെച്ച ഷെഡ്യൂളിൻ്റെ ഉള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക. മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യരുത്. ഒരു ദിവസമോ മറ്റോ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് അത് തീർന്നില്ലെങ്കിൽ അതവിടെ പെൻഡിങ്ങിൽ വെക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത എല്ലാ യൂണിറ്റുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത്, അങ്ങനെ ബാക്കി വരാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ബാക്കിയുള്ളത് പിന്നെ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു 1 വീക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ആ 1 വീക്കിൽ നമ്മൾ 1 വീക്കിനും മുന്നേ, അതായത് 1-2 ദിവസം കൊണ്ട് അത് തീർക്കുക. പിന്നെയുള്ള ഡേയ്സ് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗൈഡുകൾ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് കിട്ടുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മാർക്ക് ചെയ്യാനുള്ളതാണ് പിന്നെയുള്ള ഒരു വീക്ക് ടൈം. അതായത് നമ്മൾ ഇത്രയും കാലം എല്ലാ യൂണിറ്റിനും കൊടുത്ത് അതേ ടൈം സ്ലോട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് മാക്സിമം നമ്മൾ എത്ര കിട്ടുമോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടുമോ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക. ഈ ആൻസേഴ്സിൻ്റെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ കറക്റ്റ് ഏതൊക്കെ തെറ്റി, എത്ര കിട്ടി, എത്ര മാർക്സ് ഉണ്ട്, ജനറൽ പേപ്പറും നമ്മുടെ സബ്ജക്ട് പേപ്പറും രണ്ടും ഇതുപോലെ ചെയ്യണം. അങ്ങനെ ഒരു മാർക്ക് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള ഐഡിയ കിട്ടും. ചില ഗൈഡുകൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് തെറ്റുണ്ടാവും, അത് ശ്രദ്ധിക്കുക. കുറേ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് മനസ്സിലാവും. ഒന്നിലിതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസേഴ്സ് മനസ്സിലാവും. സംശയമുള്ളത് ഗൂഗിളിൽ നോക്കിയിട്ട് നിങ്ങൾ എഴുതി വെക്കുകയൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റിപ്പോകുന്ന ആൻസേഴ്സ്. ദെൻ ഈ പാറ്റേൺ ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തായാലും 1 വീക്ക് കൊണ്ട് നിങ്ങൾക്കൊരു കുറഞ്ഞതൊരു 5000 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യും. ഈ ടൈം സ്ലോട്ട് ഞാൻ പറഞ്ഞ ടൈം സ്ലോട്ടിലാണെങ്കിൽ 5000 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ കിട്ടും. ഇങ്ങനെ ചെയ്ത് നോക്കി ഇത്രയും ചെയ്തിട്ട് വന്നാൽ പിന്നെ ഇതുപോലെ ഞാൻ പറയാം, പഠിക്കുന്ന രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. JRF നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് JRFും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ സിലബസിൻ്റെ കോപ്പി ഞാൻ ബയോയിൽ ഇട്ടിട്ടുണ്ട്, ലിങ്കിൽ ഇട്ടിട്ടുണ്ട്.